അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ വിജയിച്ചിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ കാരണം തീർത്തും നാണം കെട്ട ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. അങ്ങനെ ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ്.സിയെ അതും അവരുടെ ഹോം ഗ്രൗണ്ടിൽ ചെന്ന് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മിഡ്ഫീൽഡിൽ എടുത്തു പറയേണ്ടത് എബിൻ ദാസ് എന്ന ഒരു താരത്തിന്റെ പ്രകടനമാണ്. ഒരു രക്ഷയുമില്ല, കിടിലൻ പ്രകടനം തന്നെയായിരുന്നു എബിൻ ദാസ് ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചത്. ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകളുള്ള താരങ്ങളിൽ ഒന്നാമതാണ് ഇപ്പോൾ എബിൻ ദാസ്. പിന്നീട് എടുത്തു പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ 2 സൈനിങ്സും മികച്ച പ്രകടനം തന്നെ ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പുതിയ കോച്ചായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡിന്റെ വരവിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് സ്ട്രോങ് ആയ പോലെ ഇന്നത്തെ മത്സരത്തിൽ തോന്നി. ഈ ഒരു മത്സരത്തിന് മുൻപ് ബംഗളൂരു എഫ്.സി കേരള ബ്ലാസ്റ്റേഴ്സിനെ വെല്ലുവിളിക്കുന്ന പോലെയുള്ള പോസ്റ്റുകളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു മത്സരത്തിന് ശേഷം വെല്ലുവിളിച്ചതിനൊക്കെ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. ബംഗളൂരു എഫ്.സിക്ക് ഈ ഒരു മത്സരത്തിൽ വലിയൊരു തിരിച്ചടിയായത് സാഞ്ചസിന് ലഭിച്ച ഒരു റെഡ് കാർഡ് തന്നെയാണ്. 400 ദിവസങ്ങൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ISL-ൽ ഒരു മത്സരം വിജയിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു വിജയത്തോടെ നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ 4 പോയിന്റുകൾ ആയിരിക്കുകയാണ്.